അതല്ലാതെ മറ്റേ ആക്ടിംഗ് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെയുള്ള ഒരു പ്രഭാഷണം നമ്മളങ്ങനെ ഒരു പ്രഭാഷണം ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുള്ള ഒരു സമയമല്ല എന്നുള്ളതുകൊണ്ട് ഇത് ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരമാണ്. ആദ്യമേ ഞാൻ നമ്മുടെ ഇടയിൽ നിന്നുള്ള പ്രശസ്ത ഗായിക പാർവതി ക്ഷണിക്കുകയാണ്. പാർവതി ജയചന്ദ്രൻ്റെ ഒരു ബന്ധു കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഗായിക പ്രശസ്തമായിട്ടുള്ള റിയാലിറ്റി ഷോയിലൂടെ ഗാനരംഗത്ത് വരികയും ബഹറിൽ നിരവധി സ്റ്റേജ് ഷോകളിൽ സമയത്തിലടക്കം പങ്കെടുക്കുകയും ചെയ്ത ഗായികയാണ് പാർവതി ക്ഷണിക. എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞു തുടങ്ങേണ്ടത് എന്ന് എനിക്കറിയില്ല. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലെജൻഡ് പി ജയചന്ദ്രൻ സാർ നമ്മളെല്ലാവരും വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനൊരു ദിവസം വരും എന്നെനിക്കറിയാമായിരുന്നു. പക്ഷേ ഇപ്പോഴും ആ ഒരു ഈ ഒരു യാഥാർത്ഥ്യത്തെ പ്രോസസ്സ് ചെയ്യാൻ എനിക്കെപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി പി ജയചന്ദ്രൻ്റെ ബന്ധുവാണെന്ന്. ഞാൻ പി ജയചന്ദ്രൻ സാറിൻ്റെ ബന്ധുവല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ടായേക്കാം. പക്ഷെ ബന്ധുവൊന്നുമല്ല. സാറിൻ്റെ ഞാൻ ആക്ച്വലി സാറിനെ ആദ്യമായിട്ട് കാണുന്നത് അമൃത ടി വിയിൽ സൂപ്പർ സ്റ്റാർ ദി അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ഷോയിൽ ഞാനൊരു കണ്ടസ്റ്റൻ്റായിട്ട് പങ്കെടുക്കാൻ പോയ സമയത്താണ്. ഇപ്പോൾ 15 വർഷമായിട്ടുള്ളൊരു ബന്ധമാണ് സാറായിട്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ സാറിൻ്റെ ഒരു സ്വന്തം മകളെ പോലെ ഉള്ളൊരു സ്നേഹം എനിക്ക് സാറ് തന്നിട്ടുണ്ട്. അതെത്ര എങ്ങനെയത് വാക്കുകളിൽ കൊണ്ടുവരാമെന്ന് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. 2010 മുതലാണ് സാറായിട്ടുള്ള ഒരു ബന്ധം. ഈ ഒരു ഷോയിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ സാറിൻ്റെ കൂടെ ഒത്തിരി സ്റ്റേജ് ഷോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പി ജയചന്ദ്രൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളുടെ കൺകണ്ട ദൈവം എന്ന് പറയുന്നത് സുശീലാമ്മയും റഫീ സാബുമാണ്. അപ്പോൾ അവരെപ്പറ്റി സാറ് മണിക്കൂറുകളോളം വാദോരാതെ സംസാരിക്കും. വളരെ വാചാലനാവും. ഒരു വളർന്നു വരുന്ന ഗായിക എന്ന നിലയിൽ എന്നോട്